സമയം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കായും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാറുങ്ങാണ്. ഇതിൻ്റെ ഇക്കയുടെ വീടാണ് ഇത്. റോഡ് സൈഡിനാണ് വീട്. അങ്ങനെ ഞാൻ ഇക്കായും പുറത്ത് പോകാനിറങ്ങാണ്. പിന്നെ ഇക്ക പോവാണ്. ഇക്ക നാളെ പോവും. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇക്കയുടെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് ഗൈസ്. എടുക്കാൻ പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങാൻ മാത്രമേ ഉള്ളൂ. കുറേ ദിവസമായി ഇങ്ങനെ ഫുൾ ടൈം യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ക്ഷീണത്തിലാണ്. പിന്നെ പോകുന്നതിൻ്റെ തലേ ദിവസമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പള്ളിമുക്കിലേക്കാണ്. പള്ളിമുക്കിലേക്കാക്കി ഷേവ് ചെയ്യണം. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് കുശലങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് കിട്ടുമെന്നറിയില്ല, ഭയങ്കര റഷാണ് അവിടെ. നമ്മുടെ ഒരു പാലത്തിൻ്റെ അടിയിലാണ്. പാലത്തിൻ്റെ അടിയിലൊരു പാർക്കാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൽ ഞങ്ങൾ പോയി നോക്കട്ടെ, പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഇറങ്ങും. ഭയങ്കര തിരക്കാണ് അവിടെ. അയ്യോ, പാർക്കിംഗ് കുറവാണ്, പാർക്കിംഗ് ഇല്ല എന്നാണ്. ഫുള്ള് ബൈക്കുകളും ഇതൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഇവിടെ ഫുള്ള് സ്നാക്സും കാര്യങ്ങളും പിന്നെ ചെസ്സ്, ഗാനമേള എല്ലാം ഉണ്ട്. അവിടെ കാണാൻ നല്ല വൈബാണ്. രാത്രി ടൈമിൽ എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. സ്നാക്സ്, ചായ എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ എക്സസൈസിന് പറ്റിയ ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ നിർത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഇക്ക എനിക്ക് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇക്ക ജ്യൂസ് വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ എൻ്റെ ഇക്കയുടെ മുഖം ഭയങ്കര ഗൗരവമാണ്, പക്ഷേ അത്രയൊന്നുമില്ല, ഭയങ്കര പോസാണ് ഗൈസ്. അങ്ങനെ ഇക്ക ജ്യൂസ് വാങ്ങിച്ച് തന്ന് ഇതുവരെ എത്തിയിട്ടില്ല. ഇക്ക ഷേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക കടയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഷേവിങ് ഒക്കെ കഴിഞ്ഞ് ഇക്കായും ഞാനും കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അതാ അവിടെ ഞങ്ങളുടെ ഇക്കയുടെ ഒരു ഇക്കയുടെ ബ്രദറിനെ കണ്ട് അങ്ങനെ ഇക്കായ ബ്രദറുമായി സംസാരിച്ച് ഒത്തിരി നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്നത്തേക്ക് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇക്കായുമായിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.